എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണോ, കോളേജ് ജോയിനിങ്, പെർമനന്റോ ടെമ്പററി അഡ്മിഷൻ, മാൻഡറ്ററി ഫീസ് എങ്ങനെയാണ് എന്നിങ്ങനെ ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാൻഡറ്ററി ഫീസ് എങ്ങനെ അടയ്ക്കാം, കോളേജ് ജോയിനിങ്, അതുപോലെ തന്നെ പെർമനന്റോ ടെമ്പററി അഡ്മിഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തുടങ്ങാം അല്ലേ. 4 വർഷ ബിരുദ FIUGP, 5 വർഷ ഏകീകൃത ബിരുദാനന്തര ബിരുദ FIIMP പ്രോഗ്രാമുകൾ 2026-27 ഒന്നാം അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ. 2027-27 അധ്യയന വർഷത്തെ ബിരുദ FIUGP/FIIMP പ്രവേശനത്തിനായുള്ള ഒന്നാം അലോട്ട്മെന്റ് admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇവിടെ ഒന്നും പറയാനില്ലല്ലോ. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 26 അഡ്മിഷൻ ഫീസ് ഓൺലൈനായി SBI SBE പേ വഴി മാത്രം നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതില്ല. ഇവിടെ പ്രത്യേകിച്ച് അധികമൊന്നും പറയാനില്ല. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് റിസൾട്ട് പരിശോധിക്കുക. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 26 അഡ്മിഷൻ ഫീസ് ഒടുക്കേണ്ടതാണ്. SBI പേയ്മെൻറ്റ് വഴി മാത്രമാണ് ഒടുക്കാൻ സാധിക്കുക. അലോട്ട്മെന്റ് ലഭിച്ചവർ കോളേജിൽ ഹാജരാവേണ്ടല്ലോ. പെർമനന്റ് അഡ്മിഷനും ടെമ്പററി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട വിഷയമില്ലെന്നർത്ഥം. കോളേജിൽ അഡ്മിഷനായിട്ട് ഹാജരാവേണ്ടതില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ അഫ്സൽ ഉലമ പ്രിലിമിനറി പഠിച്ചവർക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെ മറ്റ് പ്രോഗ്രാമുകൾ പൂർത്തിയാക്കി വരുന്നവർക്കുമായി ഒഴിവുള്ളവർ പ്രവേശനം അവസാനം മുമ്പായി ശ്രദ്ധിക്കേണ്ടത്. ഇതെന്താണ് ശരിക്കും പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചുള്ളതല്ല. നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കണ്ട കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു ഭാഗമല്ല കേട്ടോ അവിടെ വരുന്നത്. കാരണം ഈ സർക്കുലർ എന്ന് പറയുന്നത് FIUGP FIV ഇൻ്റഗ്രേറ്റഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇപ്പോൾ നോക്കാം. SBI പേ വഴി അല്ലാതെ മറ്റ് രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണം വെച്ചാലും പരിഗണിക്കില്ല. നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കുമ്പോൾ SBI പേ വഴി അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നതല്ല. അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മാൻഡറ്ററി ഫീസ് അടയ്ക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായും മാൻഡറ്ററി ഫീസ് അടയ്ക്കണം. ഓക്കെ, അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായും മാൻഡറ്ററി ഫീസ് അടയ്ക്കണം. ജനറൽ വിഭാഗത്തിന് 1035 രൂപ, SC ST വിഭാഗങ്ങൾക്ക് 960 രൂപ. ഓക്കെ, SC ST വിഭാഗങ്ങൾക്ക് 960 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ജനറൽ വിഭാഗത്തിന് 1035 രൂപ, SC ST വിഭാഗങ്ങൾക്ക് 965 രൂപ. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പേ ഫീസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് കൊടുക്കുന്നതാണ്. ബാധകമായവർക്ക് ഫീസ് റെഗുലേഷൻ ഫീ അടയ്ക്കുന്നതിനുള്ള ലിങ്കും പ്രൊഫൈലിൽ കാണുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇവിടെ പറഞ്ഞ ഇത്ര മാത്രമല്ല, നിങ്ങൾ ഫീസ് അടച്ച ശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ വെറുതെ ഫീസ് അടച്ചിട്ട് ഇറങ്ങി പോകുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അവിടെ ഫീസിൻ്റെ സെക്ഷൻ ഉണ്ട്, അതിൽ നിങ്ങൾ അടച്ചതായിട്ടോ വരുന്നുണ്ടോ, അതിൻ്റെ റെസീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് ഒടുക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫീസ് അടയ്ക്കണം. ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അലോട്ട്മെൻറ്റ് ലഭിച്ചവർ എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണം വെച്ചാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലും അതിനായുള്ള അഡ്മിഷൻ ഫീസ് യഥാസമയം അടയ്ക്കേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഫീസ് അടയ്ക്കണം. ലഭിച്ച ഓപ്ഷൻ തൃപ്തരല്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇഷ്ടമുള്ളതല്ലെങ്കിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരാണെങ്കിൽ അഡ്മിഷൻ ഫീസ് ഒടുക്കിയ ശേഷം അവരുടെ ഹയർ ഓപ്ഷനുകൾ ജൂൺ 26 നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം സ്വന്തം ഇഷ്ടം അനുസരിച്ച് റദ്ദ് ചെയ്യുന്ന ഹയർ ഓപ്ഷനുകൾ ഒരു കാരണം വെച്ചാലും പിന്നീട് സ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതും അവർ പുതിയ അലോട്ട്മെൻറ്റ് നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. ഓക്കെ,
ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് തൃപ്തരാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, അത് തൃപ്തരാണെങ്കിൽ 4, 3, 2, 1 ഓപ്ഷനുകൾ നിർബന്ധമായും ക്യാൻസൽ ചെയ്യണം. അവിടെ ഓപ്ഷനില്ല, നിർബന്ധമായും ക്യാൻസൽ ചെയ്യണം. അല്ലാത്ത പക്ഷം എന്ത് പറ്റും? ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഈ ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്രകാരം സ്വന്തം ഇഷ്ടമനുസരിച്ച് റദ്ദ് ചെയ്യുന്ന ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഓപ്ഷനുകൾ പുനഃസ്ഥാപിക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ചു കൊടുക്കില്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെന്റിൽ ആ ഓപ്ഷനിലേക്ക് പരിഗണിക്കുന്നതും അവർ പുതിയ അലോട്ട്മെന്റ് നിർബന്ധമായും സ്വീകരിക്കേണ്ടതുമാണ്. അതായത് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ഇഷ്ടമുള്ള കോളേജായിരുന്നു, ഇഷ്ടമുള്ള കോഴ്സായിരുന്നു. ഇപ്പം 2ാം അലോട്ട്മെന്റ് വന്നപ്പോൾ 4, 3, 2, 1 ഓപ്ഷനുകൾ കിട്ടി. അങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് മാറേണ്ടി വരും. 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിയായിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റിൽ, അത് ഇഷ്ടമായിരുന്നു, ഇഷ്ടമുള്ള കോളേജായിരുന്നു, ഇഷ്ടമുള്ള കോഴ്സായിരുന്നു. 2ാം അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. 4, 3, 2, 1 ഓപ്ഷനുകൾ കിട്ടി. അത് പറ്റില്ല, എനിക്ക് 5ാമത്തെ ഓപ്ഷൻ മതി, ആദ്യത്തെ ഉണ്ടായിരുന്ന മതി, എനിക്ക് പുതിയ ഓപ്ഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ കാര്യമില്ല, പുതിയ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. 2ാം അലോട്ട്മെന്റ് ജൂൺ 27 പ്രസിദ്ധീകരിക്കും. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, ഇവിടെ കോളേജ് പഠനവും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ കഴിഞ്ഞു. അപ്പോൾ പുതിയ കാണുന്ന